ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചെറിയൊരു വിഭവമാണ്. നമ്മുടെ ഉപ്പുമാവാണ്. എല്ലാവർക്കും ചെയ്യാറുള്ള ഒരു വിഭവം തന്നെയാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്, അതായത് നാഴി ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതേ വലിപ്പത്തിലുള്ളൊരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും, അതായത് പഞ്ഞി പോലത്തെ എന്നൊക്കെ പറയില്ല, അത്രയും സ്മൂത്തായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, സവോള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, മുരിങ്ങയില 2 പിടി നുള്ളി വെച്ചിട്ടുണ്ട്, പച്ചമുളക് 4 എണ്ണം, ഉണക്കമുളക് 3 എണ്ണം, കടുക് 1 ടീസ്പൂൺ, 2 തണ്ട് വേപ്പില, പിന്നെ 3 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്. മൺചട്ടിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ വാടി നന്നായി വഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാതും വഴച്ചി വരുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂട് ആയി വരുമ്പോഴത്തേക്കും കടുകും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുതന്നെ വേണം, അല്ലെങ്കിൽ ഒരു പച്ചമണമാണ് കടുകിൻ്റെ മണം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ അതിങ്ങനെ പച്ചക്കുത്തെടുക്കും. അതിനാണ് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നിട്ട് വഴറ്റിയെടുക്കേണ്ട, ലോ ഫ്ലെയിമിലുമല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഉഴുന്നും പരിപ്പിൻ്റെ. അതൊന്ന് പകുതി ഇളം കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ സബോള ചേർത്ത് കൊടുക്കാം. കാരണം ലൈറ്റ് ബ്രൗൺ നിറം ആക്കി കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വാട്ടായപ്പോൾ തന്നെ നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിനെ കുറച്ചും കൂടി വാടി വരുമ്പോഴത്തേക്കും സബോളയും അതിൽ കിടന്ന് നമുക്ക് വാടി കിട്ടും. അപ്പോൾ സബോളയുടെ പച്ചമണമൊക്കെ ഒന്ന് വിട്ടുമാറി കിട്ടാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം അതിലൊന്ന് വഴറ്റിയതിന് ശേഷം വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേപ്പില നമ്മൾ നേരത്തെ മുന്നേ ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം വഴറ്റി വരുന്ന സമയം കൊണ്ട് വേപ്പില ഒരുപാട് കളർ മാറിയിട്ട് ഇങ്ങനെ നിറമൊക്കെ മാറി ഇങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ ആവും. അപ്പോൾ അതിനാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറേശ്ശെയൊക്കെ നിറം മാറിയിട്ടൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉഴുന്ന് പരിപ്പിനൊക്കെ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആ പറഞ്ഞ രീതി പ്രകാരം തന്നെ ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത ഗ്ലാസിൻ്റെ നാഴി ഗ്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചൂടുള്ള വെള്ളമാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് തിളച്ച് കിട്ടാനും വേഗം തന്നെ ഉപ്പുമാവ് തയ്യാറാക്കാനും എളുപ്പമാണ്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിതിൽ ഒഴിക്കേണ്ട സമയം വരുമ്പോൾ ആ സമയത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയാവും. ആദ്യം തന്നെ തോനെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ റവ ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മെല്ലെ മെല്ലെ അത് ഇളക്കിക്കൊണ്ടിരിക്കും വേണം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, കട്ട കുത്തും. അതിനാൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റവ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, നാഴി ഗ്ലാസ്, അത് മാറ്റിയിട്ട് ഒരു കപ്പ് എടുത്തിരിക്കുകയാണ്. എനിക്ക് പിടിച്ച് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അല്ലാതെ റവയുടെ അളവിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ.
നമ്മുടെ ഈ ഉപ്പുമാവിൽ ഇനി ഒരു ഐറ്റംസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നേരത്തെ ചേർത്ത് കൊടുത്താൽ അത് കനപ്പ് രസമായിരിക്കും, നന്നായി വെന്ത് പോവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത് ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് അത് വാടിയിട്ട് നമുക്ക് വെന്ത് കിട്ടും. അതിൽ തന്നെ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ പ്രകാരം ഇതേ ചേരുവകളെല്ലാം ചേർത്തിട്ട് നിങ്ങളൊരു ഉപ്പുമാവ് തയ്യാറാക്കി നോക്കൂ. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, സി യു.